സ്റ്റുഡൻസ് ഇന്ന് അരിത്തമെറ്റിക് പ്രൊജക്ഷൻ എന്ന ചാപ്റ്ററിൽ 2024 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഫസ്റ്റ് m ടേംസ് ഓഫ് എൻ AP സെയിം as the sum of first n ടേംസ്. ഷോ ദാറ്റ് സം ഓഫ് ഇസ് m പ്ലസ് nth ടേം 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സം ഓഫ് m ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്ത് SM ഈക്വൽ ടു m/2 ഇൻറ്റു 2a പ്ലസ് m-1 ഇൻറ്റു d. അതുപോലെ സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുള്ളത്. അതായത് SM ഈക്വൽ ടു SN ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ m/2 ഇൻറ്റു 2a പ്ലസ് m-1 ഇൻറ്റു d എന്ന് പറയുന്നത് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയിപ്പോയി. ഇനി നമുക്ക് എമ്മിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2am പ്ലസ് m ഇൻറ്റു m-1 ഇൻറ്റു ഡി ഈക്വൽ ടു 2an പ്ലസ് n ഇൻറ്റു n-1 ഇൻറ്റു ഡി. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമുക്കെല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം. 2am, ആ 2an ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 2an. അതുപോലെ ഇതിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. m ഇൻറ്റു m സ്ക്വയർ മൈനസ് m ഇൻറ്റു ഡി. ഇതിൽ നമുക്ക് ഇപ്പുറത്ത് എന്താണ് ഉണ്ടാവുക, n സ്ക്വയർ മൈനസ് n ഇൻറ്റു ഡി. അതിനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതായത് 2a കോമൺ ആയിട്ട് എടുക്കുക. ഇവിടെ m മൈനസ് n, ഇവിടെ m സ്ക്വയർ മൈനസ് m. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് n സ്ക്വയർ പ്ലസ് n, മൈനസ് n സ്ക്വയർ പ്ലസ് n ഇൻറ്റു ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ഈ ടേമിന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഡി കോമൺ ആയിട്ട് എടുത്തു. മൈനസ് എൻ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എൻ സ്ക്വയർ, മൈനസ് എൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് എൻ. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് 2a ഇൻറ്റു m-n പ്ലസ് m സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ. ഇതിൻ്റെ രണ്ടിനെ അടുത്ത് എഴുതി. ഇവിടെ ഈ മൈനസ് m പ്ലസ് n ആണുള്ളത്. ഇതിനെ എന്ത് ചെയ്തു, മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ നമുക്ക് ഒരു മൈനസ് വന്നു. അതായത് മൈനസ് n ഇൻറ്റു മൈനസ് ആണ് പ്ലസ് n. നമുക്ക് പ്ലസ് n ആണ് വേണ്ടത്. മൈനസ് m പ്ലസ് n, മൈനസ് m പ്ലസ് എന്നിനെ മൈനസ് പുറത്തേക്ക് എടുത്തപ്പോൾ m മൈനസ് n. ഇതേ ഇൻറ്റു ഡി ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക, 2a ഇൻറ്റു m മൈനസ് n. ഇവിടെ m സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്ന് പറഞ്ഞാൽ m പ്ലസ് n ഇൻറ്റു m മൈനസ് n, m പ്ലസ് n ഇൻറ്റു m മൈനസ് n. ഇവിടെ ഒരു m മൈനസ് n ഇൻറ്റു ഡി ഈക്വൽ ടു 0. ഉള്ളിൽ നമുക്ക് എന്തുണ്ട്, m മൈനസ് n ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യാം. m മൈനസ് n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2a പ്ലസ് m പ്ലസ് n. ഇവിടെ നമ്മൾ m മൈനസ് n ഡിവൈഡ് ആയി. ഈ m മൈനസ് n പോയി, ഈ m മൈനസ് n പോയി. അപ്പോൾ ബാക്കിയുള്ളത് m പ്ലസ് n. ഇവിടെ മൈനസ് സൈന് ഈ m മൈനസ് n പോയാൽ അവിടെ എന്താ ഉണ്ടാവുക, ബാക്കി 1 ഇൻറ്റു ഡി ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2a പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 0. നമുക്ക് എന്താ കാണേണ്ടത്, സം ഓഫ് ഇറ്റ്സ് m പ്ലസ് nth ടേം ആണ് കാണേണ്ടത്. അതായത് SM പ്ലസ് n ആണ് കാണേണ്ടത്. SM പ്ലസ് n നമുക്ക് എങ്ങനെ എഴുതാം, m പ്ലസ് n/2 ഇൻറ്റു 2a പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ 2a പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്താണ്, 0. അപ്പോൾ m പ്ലസ് n/2 ഇൻറ്റു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് SM പ്ലസ് n എന്ത് കിട്ടും, 0 എന്നുള്ളത് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എൻ AP ദ സം ഓഫ് ഫസ്റ്റ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് 24 ആൻഡ് ദ സം ഓഫ് ദിയർ സ്ക്വയേഴ്സ് ഈസ് 194. ഫൈൻഡ് ദ നമ്പേഴ്സ്. ഇവിടെ നമുക്ക് ഫസ്റ്റ്, അതായത് സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ തരുമ്പോൾ നമ്മൾ AP എന്തായിരിക്കണം, AP എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം A ആയിട്ട് എടുക്കുക, A പ്ലസ് ഡി, A മൈനസ് ഡി. അതായത് നമ്മൾ 3 ടേംസ്, ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് A മൈനസ് ഡി, A പ്ലസ് ഡി. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സം ഓഫ് ഫസ്റ്റ്, അതായത് സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് 24. അപ്പോൾ A മൈനസ് ഡി പ്ലസ് A പ്ലസ് A പ്ലസ് ഡി എന്ന് പറയുന്നത് 24 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡി ക്യാൻസൽ ആയി. 3a ഈക്വൽ ടു 24, a ഈക്വൽ ടു 24/3 8 എന്ന് കിട്ടും. ഇനി അടുത്ത കണ്ടീഷൻ സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്, അതായത് a സ്ക്വയർ പ്ലസ്
a minus d ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് d ഹോൾ സ്ക്വയർ. അതായത് അതിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മാണ് 194. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എ സ്ക്വയർ പ്ലസ് പിന്നെ എ സ്ക്വയർ മൈനസ്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ എന്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. എ സ്ക്വയർ മൈനസ് 2ad പ്ലസ് ഡി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ad പ്ലസ് ഡി സ്ക്വയർ ഈക്വൽ ടു 194. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആവും. എത്ര എ സ്ക്വയർ? 3a സ്ക്വയർ, അതായത് 3a സ്ക്വയർ പ്ലസ് 2d സ്ക്വയർ ഈക്വൽ ടു 194 എന്ന് കിട്ടും. 3 ഇൻറ്റു എ സ്ക്വയർ 8 ആണ്. അപ്പോൾ 3 ഇൻറ്റു 64 പ്ലസ് 2d സ്ക്വയർ ഈക്വൽ ടു 194. 2d സ്ക്വയർ ഈക്വൽ ടു 194 മൈനസ് 64 ഇൻറ്റു 3 192. അപ്പോൾ 194ന് നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. 2d സ്ക്വയർ ഈക്വൽ ടു 2d സ്ക്വയർ ഈക്വൽ ടു 1. അപ്പം d എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടി. a 8ഉം d പ്ലസ് ഓർ മൈനസ് 1ഉം ആണ്. അപ്പം നമുക്ക് എ പി ആണ് കാണുന്നത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എ മൈനസ് ഡി. 8 മൈനസ്, അതായത് d 1 ആണ് എടുക്കുന്നതെങ്കിൽ എ മൈനസ് ഡി എ പ്ലസ് ഡി ആണ് നമ്മുടെ എ പി എന്ന് പറയുന്നത്. എ പ്ലസ് ഡി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 മൈനസ് 1 8 8 പ്ലസ് 1 അപ്പോൾ 7 8 9 വരും. ഇനി മൈനസ് 1 ആണ് എടുക്കുന്നതെങ്കിൽ, ഡി മൈനസ് 1 ആണ് എടുക്കുന്നതെങ്കിൽ എ മൈനസ് 1 ആണ്. അപ്പോൾ എന്ത് വരും? 8 പ്ലസ് 1 വരും. പിന്നെ നമുക്ക് 8 വരും. പിന്നെ 8 മൈനസ് 1, അതായത് 9 8 7, അതായത് 7 8 9 അല്ലെങ്കിൽ 9 8 7. അതാണ് നമ്മുടെ എ പി. Question: the sum of the first 14 terms of an AP is 1050 and the first term is 10. Then find the 20th term and nth term ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ S14 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് 1050 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 10 എന്നും തന്നിട്ടുണ്ട്. S14 1050 എന്ന് പറയുമ്പോൾ 14/2 ഇൻറ്റു 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്ലസ് 14 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 1050. അപ്പോൾ ഇത് 7 ആവും. 7 ഇൻറ്റു 20 പ്ലസ് 13d ഈക്വൽ ടു 1050. അപ്പോൾ 20 പ്ലസ് 13d ഈക്വൽ ടു 1050/7. 1050/7 എന്ന് പറയുമ്പോൾ 150. അപ്പോൾ 13d ഈക്വൽ ടു 150 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 130. d ഈക്വൽ ടു 130/13. അപ്പോൾ നമുക്ക് 10 കിട്ടും. d 10 കിട്ടി. എയും 10 ആണ്, ഡിയും 10. ഇനി 20th ടേം കാണുക. a 20 എന്ന് പറയുന്നത് a പ്ലസ് 19d. അപ്പോൾ 10 പ്ലസ് 19 ഇൻറ്റു 10. അപ്പോൾ 10 പ്ലസ് 190. അപ്പോൾ നമുക്ക് 200 എന്ന് കിട്ടും. A20 200. ഫൈൻഡ് ഇറ്റ്സ് nth ടേം. nth ടേം കാണാൻ an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അവിടെ എൻ്റെയും ഡിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n മൈനസ് 1 ഇൻറ്റു ഡി 10. അപ്പോൾ 10 പ്ലസ് 10n മൈനസ് 10. 10n മൈനസ് 10 നമുക്ക് 10 ക്യാൻസലായി. nth ടേം 10n എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: the first term of an AP is 5, last term is 45. So first term 5, last term an equal to 45 എന്ന് തന്നിട്ടുണ്ട്. and the sum of all the terms is, അതായത് SN എത്രയാണെന്ന് അറിയില്ല. SN എന്ന് പറയുന്നത് 400 തന്നിട്ടുണ്ട്. find the number of terms. അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് SN ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് a എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ അതിൽ എസ് എന്ന് പറയുന്നത് 400 ഈക്വൽ ടു n/2 ഇൻറ്റു എ എന്ന് പറയുന്നത് 5 പ്ലസ് 45. അപ്പോൾ n/2 ഇൻറ്റു 50 വരും. ഇവിടെ 25 n ഈക്വൽ ടു 400. n ഈക്വൽ ടു 400/25, അതായത് n 16 എന്ന് കിട്ടും. n 16 കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് കാണാൻ പറ്റില്ല. കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ an 45 ഈക്വൽ ടു 5 പ്ലസ് n എത്രയാണ്? n 16. അപ്പോൾ 16 മൈനസ് 1 ഇൻറ്റു ഡി. 45 മൈനസ് 5 ഈക്വൽ ടു 15d.
40 equal to 15d. d equal to 40/15. 40/15 ഇതിൽ രണ്ടിലും 5 കോമൺ ആയിട്ടുണ്ട്. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. അപ്പോൾ d എന്ന് പറയുന്നത് 8/3. അടുത്ത ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് എയ്ത്ത് ടേംസ് ഓഫ് എൻ AP is 32 and their product is 60. Find the first term and common difference of the AP. Also find the sum of its first 20 terms. അപ്പോൾ നമുക്ക് സം ഓഫ് ഫസ്റ്റ് ആൻഡ് എയ്ത്ത് ടേമിന്റെ സം ആണ് എത്ര 32 എന്ന് തന്നിട്ടുള്ളത്. അതുപോലെ അതിന്റെ പ്രോഡക്റ്റ് ആണ് 60 എന്ന് തന്നിട്ടുള്ളത്. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ a plus 70 ഈക്വൽ ടു 32 ഫസ്റ്റിൽ നിന്ന്, അതായത് a plus 70 ഈക്വൽ ടു 32. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, a plus 70 എന്ന് പറയുന്നത് 32 മൈനസ് a. ഇനി അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് a ഇൻറ്റു a 8 ആണ് 60. അപ്പോ a ഇൻറ്റു a plus 70 ഈക്വൽ ടു 60. അപ്പോൾ അവിടെ നമ്മൾ a plus 70 എന്നുള്ളത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 32 മൈനസ് a. അപ്പോൾ a ഇൻറ്റു 32 മൈനസ് a ഈക്വൽ ടു 60. ഇനി 32a മൈനസ് a സ്ക്വയർ മൈനസ് 60 ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്ക് a സ്ക്വയർ സൈന് മാറ്റാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി 32a പ്ലസ് 60 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഒന്നുമില്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് പ്രോഡക്റ്റ് 60 ആണ് വരേണ്ടത്. പ്രോഡക്റ്റ് 60 സമ്മ് മൈനസ് 32. അപ്പോൾ 30യും 2. അപ്പോൾ a സ്ക്വയർ മൈനസ് 32a പ്ലസ് 60 ആണുള്ളത്. നമുക്ക് പ്രോഡക്റ്റ് 60 കിട്ടണം, സമ്മ് മൈനസ് 32. അപ്പോൾ 30 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 60, 30ന്ന് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 2 ആഡ് ചെയ്താൽ 32 ആയി. അപ്പോൾ a സ്ക്വയർ മൈനസ് 30a മൈനസ് 2a plus 60 equal to 0. a into a minus 30 minus 2 into a minus 30 equal to 0. അതായത് a minus 2 into a minus 30 എന്ന് വരും. അപ്പോൾ a ഇവിടെ നമുക്ക് രണ്ട് വാല്യൂ എന്ന് കിട്ടുന്നത് 2ഉം 30. 2ഉം 30 എന്നുള്ള രണ്ട് വാല്യൂ കിട്ടി. a 2ഉം 30 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ d കാണണം. d കാണണമെങ്കിൽ a plus 70 equal to 32 minus a ആണ്. അവിടെ എന്റെ വാല്യൂ നമ്മൾ 2 കൊടുക്കുമ്പോൾ 2 plus 70 equal to 32 minus 2. അപ്പോൾ 30. 2 plus 70 30. 70 equal to 30 minus 2 28 എന്ന് വരും. അപ്പോൾ d 4 കിട്ടും. അതായത് a നമ്മൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ d 4 ആണ് വരുന്നത്. ഇനി അതേപോലെ a 30 ആണ് എടുക്കുന്നതെങ്കിൽ a 30 plus 70 equal to 32 minus 30. അപ്പോൾ 70 equal to 2 minus 28. അതായത് മൈനസ് 30 വരും. 2 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 28. d എന്ന് പറയുന്നത് മൈനസ് 4 കിട്ടും. a 30 ആണ് എടുക്കുന്നതെങ്കിൽ d മൈനസ് 4. ഇനി ഇത് വെച്ചിട്ട് അതിന്റെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കാണണം. അപ്പൊ a2ഉം d നമ്മൾ 4ഉം ആണ് എടുക്കുന്നതെങ്കിൽ s20 എന്ന് പറയുന്നത് 20/2 ഇൻറ്റു 2a പ്ലസ് 19 ഇൻറ്റു 4. അപ്പോൾ 10 ഇൻറ്റു 4 പ്ലസ് 19 ഇൻറ്റു 4 പറയുന്നത് 36, 376. അപ്പോൾ 10 ഇൻറ്റു 80 നമുക്ക് 800 എന്ന് കിട്ടും. അതുപോലെ അടുത്തത് a ഈക്വൽ ടു 30യും d മൈനസ് 4ഉം എടുക്കുക. d മൈനസ് 4ഉം എടുക്കുമ്പോൾ നമുക്ക് s20 എന്ന് പറയുന്നത് 20/2 ഇൻറ്റു 2 ഇൻറ്റു 30 പ്ലസ് 19 ഇൻറ്റു മൈനസ് 4 വരും. അപ്പോൾ 10 ഇൻറ്റു 60 മൈനസ് എത്ര വരും, 76. അപ്പോൾ 76 മൈനസ് 60 ആവുമ്പം 16. അപ്പം മൈനസ് 16 ആണ്. മൈനസ് 16 ഇൻറ്റു 10 എന്ന് പറയുന്നത് മൈനസ് 116 വരും. In an AP of 40 terms, the sum of first 9 terms is 153. അതായത് S9 എന്ന് പറയുന്നത് 153 തന്നിട്ടുണ്ട്. And the sum of last 6 terms ആണ് 687. Determine the first term and common difference. Also find the sum of all terms of the AP. അതായത് S40 നമുക്ക് കണ്ടുപിടിക്കണം. സം ഓഫ് ഓൾ ടേംസ് എന്ന് പറഞ്ഞാൽ 40 ടേംസ് ആണെന്നുള്ളത് S40 കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് 153 എന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് ലാസ്റ്റ് 6 ടേംസ് ആണ്. അതായത് ലാസ്റ്റ് 6 ടേംസ് എന്ന് പറഞ്ഞാൽ
40 ടേംസ് ആണുള്ളത്. അതിൽ നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 34. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് S40 മൈനസ് സം ഓഫ് ഫസ്റ്റ് 40 ടേംസ് സം ഓഫ് ഫസ്റ്റ് 34 ടേംസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സം ഓഫ് ലാസ്റ്റ് 6 ടേംസ് കിട്ടും. അതാണ് എത്രാണ് തന്നിട്ടുള്ളത്? 687 തന്നിട്ടുള്ളത്. അപ്പൊ S40 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? 40/2 ഇൻറ്റു 2a പ്ലസ് 39d ഈക്വൽ 39d മൈനസ് ഇവിടെ S34 34/2 ഇൻറ്റു 2a പ്ലസ് 33d അതാണ് 687 തന്നിട്ടുള്ളത്. അപ്പോൾ 20 ഇൻറ്റു 2a പ്ലസ് 39d മൈനസ് 17 ഇൻറ്റു 2a പ്ലസ് 33d ഈക്വൽ ടു 687. ഇനി 20 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 40a പ്ലസ് 39 ഇൻറ്റു 2 18 1 780d മൈനസ് 34a മൈനസ് ഇവിടെ 17 ഇൻറ്റു 33 21 2 22 21 3 3 അപ്പോൾ 561d ഈക്വൽ ടു 687. അപ്പോൾ 40 മൈനസ് 34 എന്ന് പറയുമ്പോൾ 6a മൈനസ് 780 മൈനസ് 561 9 219d ഈക്വൽ ടു 687. നമുക്ക് ഇതിനെ ഫുള്ള് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2a പ്ലസ് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 773. അതായത് ഇതിനെ ആഡ് ചെയ്ത് നോക്കുക. ഡിജിറ്റ് 3 3 പ്ലസ് 9 12 12 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 73d 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 3 3s are 9 73d ഈക്വൽ ടു ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 അതുപോലെ 2 9. അപ്പോൾ ഒരു ഇക്വേഷൻ 2a പ്ലസ് 73d ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി S9 ഈക്വൽ ടു 153. S9 153 എന്ന് പറയുമ്പോൾ 9/2 ഇൻറ്റു 2a പ്ലസ് 8d ഈക്വൽ ടു 153. അപ്പോൾ 2a പ്ലസ് 8d ഈക്വൽ ടു 153 ഇൻറ്റു 2/9. അപ്പോൾ ഇത് 9 കൊണ്ട് ക്യാൻസൽ ആവുമോ നോക്കാം. 1 17 ഇൻറ്റു 2 34. അപ്പോൾ 2a പ്ലസ് 8d ഈക്വൽ ടു നമുക്ക് 34 എന്ന് കിട്ടി. രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 65d ഈക്വൽ ടു ഇവിടെ 5 12 9 195. അപ്പോൾ d ഈക്വൽ ടു 195/65. 65ൽ 3 ടൈംസ് പോകും. അപ്പോൾ d എന്ന് പറയുന്നത് 3 കിട്ടും. d 3 ആണെങ്കിൽ a കണ്ടുപിടിക്കണം. a കാണാൻ വേണ്ടിയിട്ട് 2a പ്ലസ് 8d ഈക്വൽ ടു 34. അതിന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് a പ്ലസ് 4d ഈക്വൽ ടു 17 എഴുതാം. അതിൽ ഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a പ്ലസ് 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 ഈക്വൽ ടു 17. a ഈക്വൽ ടു 17 മൈനസ് 12 5 എന്ന് കിട്ടും. a 5ഉം d 3 ആണ് കിട്ടുന്നത്. സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദ AP എന്ന് പറഞ്ഞാൽ S40 ആണ് കാണുന്നത്. S40 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 40/2 ഇൻറ്റു 2a എന്ന് പറയുന്നത് 5 പ്ലസ് 39 ഇൻറ്റു d എന്ന് പറയുന്നത് 3. അപ്പോൾ 20 10 പ്ലസ് 2 117. അപ്പോൾ 20 ഇൻറ്റു 117 പ്ലസ് 10 127. അപ്പോൾ 127 ഇൻറ്റു 2 ചെയ്ത് 14 5 2 2540 എന്ന് കിട്ടും. S40 2540. അപ്പോൾ ഇത്രയും 2024 ചോദിച്ചിട്ടുള്ള അരിത്തമെറ്റിക് പ്രൊഫഷണൽ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.